guys, welcome back to Videos. Guys, ഇന്നത്തെ വീഡിയോയിൽ എക്സോ ചാലഞ്ച്. ഗൈസ് അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ബാക്കിലുള്ള ഒരു ബോർഡ് സെറ്റ് ആക്കിയിട്ട് കളിക്കാനുള്ള ഫുൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഗൈസ് അപ്പോൾ എക്സോ ചാലഞ്ച് എങ്ങനെയെന്ന് അറിയാത്തൊരു ഞാൻ വിവരിച്ച് തരാം. ഒരു ഗ്യാപ്പ് ഗൈസ്. അപ്പോൾ എന്തായാലും ആദ്യം മത്സരിക്കുന്നത് എഡ്വിൻ BCB ആൻഡ് ചാർലി BCB ആണെങ്കിൽ ഇവിടെ നമ്മുടെ ക്രൂവിന്റെ സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഉത്തരം ആരാണ് ആദ്യം പറയുന്നത് അവർക്ക് എക്സ് അല്ലെങ്കിൽ ഓ എഴുതാം. എക്സ് അല്ലെങ്കിൽ ഓ, ഒരാൾ എക്സ് ആണെങ്കിൽ മറ്റൊരാൾ ഓ. ഓക്കെ, അപ്പോൾ നീ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ക്രോസ് വെട്ടുക, ഇങ്ങനെ വെട്ടുക. ഓക്കെ, അങ്ങനെ ആദ്യം ഉത്തരം പറഞ്ഞ ആരാണോ ആദ്യം വെട്ടുന്നത് അവരായിരിക്കും വിന്നർ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചാലഞ്ചിൽ പോകാം. ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോൾ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്രൂവിന്റെ സൈഡിൽ നിന്നാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. 8 കാലിക്ക് എത്ര കാലുണ്ട്? 8. നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. അയ്യോ ഇതെന്തൊരു ചോദ്യം ക്വസ്റ്റ്യനാ? 8 കാലിക്ക് എത്ര 8 കാലുണ്ട്? പറഞ്ഞാ പോരെ. ചില 8 കാലിക്ക് 7 കാലുണ്ട്. അതൊന്ന് മുറിച്ചാൽ ഇപ്പൊ 7 കാലല്ലേ? ഇന്നത്തെ ഡേറ്റ് എന്താണ്? 50 ഫെബ്രുവരി 15. ഓയാണ് ഇരുന്നത്, എക്സ് അല്ല. ഗൈസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഡൈസിൽ എത്ര ഫേസ് ആണുള്ളത്? 6. ചങ്ക് ചക്കിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. വീക്ക് ടോക്സിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 8 lakhs. 8,92,000. 93. 8 lakh 893K. അയ്യോ ഞാൻ പറഞ്ഞു 93. 92 പറഞ്ഞു. വെട്ട് ഇപ്പൊ കേറുക. പിന്നെ ഇപ്പൊ കേറുക. ഇപ്പൊ കേറിയതാ. ഞാൻ കുറച്ചു നോക്കിയപ്പോ 92 വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഒരു റൗണ്ടില് ഞാനും ചാർലിയാണ് ഗൈസ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജാബിയുടെ കല്യാണം എപ്പോഴായിരുന്നു? അവൻ കല്യാണം കഴിച്ചപ്പോ. സൂപ്പർ ക്വസ്റ്റ്യൻ. അവിടെ ഒരു എക്സിറ്റ് ഇട്ട് പോയി മാറി ഇവിടെ 19 ആണോ? 19 നവംബർ. തെറ്റി. ഉത്തരം പറ. ഒക്ടോബർ. ഇന്നതാ അന്ന് പിന്നെ ഇരുന്ന് പറ. 22. 22 19 ബാക്കി 3 ഞാൻ മറ്റേ കല്യാണം തലേന്ന് പരിപാടി കൂട്ടി. അടുത്ത എത്ര പ്ലാനറ്റ് ആണുള്ളത്? 9. 8 ആണോ? ഒരെണ്ണം പൊട്ടിപ്പോയതാ. എങ്ങനെ വരയ്ക്കാൻ പോണേ എനിക്കാ മാർക്കറ്റ്. വരുന്നല്ലോ. ഒരു ഇഞ്ച് എത്ര സെന്റിമീറ്റർ ആണ്? 2 സെന്റിമീറ്റർ. 2 2.5. 2.2 പറഞ്ഞിട്ടാ 2.5. പക്ഷേ 2.5 പറയില്ല, 2 ഇഞ്ച് 2 സെന്റിമീറ്റർ. How many holes does a male has? എന്ത്? ഒരു പുരുഷന് എത്ര ഹോൾസ് ആണുള്ളത് ബോഡി? 9. 7. 10 ആണോ? അല്ല, അപ്പൊ 6. എഴുതണ അങ്ങോട്ട്. How many holes does a female have? ഇവനെ കൊണ്ട് 7. ഇനി എന്റെ അവസരമാണ്. അല്ല എങ്ങനെ എണ്ണുന്നേ? അല്ല ഇയാളെന്തിനാ എണ്ണുന്നേ? 7 അല്ലല്ലേ? 6. No. 9. പിന്നെ ഇത് പക്കം എന്റെ പക്കം ഞങ്ങളെ ബ്രോ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ഞാൻ അത്രയൊന്നും കണ്ടിട്ടില്ലല്ലോ. ആണോ? എനിക്കറിയില്ല, ഇവനെയൊക്കെ അറിയാമോ? കണ്ടിട്ടുണ്ട് അത്ര. നിങ്ങൾക്കറിയെങ്കിൽ കമന്റ് ചെയ്യാം. ഒരു കമന്റും ചെയ്യണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിൽ പോവാം. ഇനി ഞാനും എഡ്വിൻ BCB ആണ് ഗൈസ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാനും ഒരു കളി തോറ്റു. ഓക്കെ ശരി, ഞാനും ഒരു കളി തോറ്റു, ഇവനും ഒരു കളി തോറ്റു ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ തോറ്റായിട്ട് നമ്മൾ കളിക്കുമ്പോ ആര് ജയിക്കാൻ നോക്കാം? രണ്ടുപേരും നോക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ പോരട്ടെ. Elephant ഇൽ എത്ര അക്ഷരമുണ്ട്? 7 അല്ല 7. ഇത് ഇവിടെ എന്ത് ഇയാൾ എണ്ണ? 8 ആണല്ലോ. ഞാൻ എക്സ്. ലോകത്തിലെ ആദ്യത്തെ വീഡിയോ ഗെയിം? ലോകത്തിലെ ആദ്യത്തെ വീഡിയോ ഗെയിമോ? ലോകത്തിലെ ആദ്യത്തെ വീഡിയോ ഗെയിമോ? ഫ്രീ ഫയർ. സൂപ്പർ മാരിയോ ആണോ? സൂപ്പർ മാരിയോ ഒന്നുമില്ല, അതിന് മുന്നേ ഗെയിം അറിയണം. തോറ്റു. ടെന്നീസ് ഫോർ 2. അറിയത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാർജസ്റ്റ് ഡെസേർട്ട് ഇൻ ദി വേൾഡ്? സഹാര. യെസ്. എനിക്ക് അറിയായിരുന്നു. ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ? യമുന. ആമസോൺ. അത് കാടല്ലേ?
ആമസോൺ സിന്ധു ഗംഗ ആണല്ലേ ഗംഗ. ശോ, എന്റെ മനസ്സിൽ ഗംഗ ആയിരുന്നു, പക്ഷെ ഉത്തരം വന്ന സിന്ധു ആയിരുന്നു. ഗംഗ ഇയാൾ ആമസോൺ ഫോറസ്റ്റിന്റെ കാര്യമൊക്കെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയല്ലോ പറഞ്ഞു തന്നെ. ആ ഫോറസ്റ്റിന്റെ കാര്യം ഉത്തരം പറഞ്ഞു കൊടുക്കണതിൽ എന്നിട്ട് എന്നെ മനഃപൂർവ്വം ഞാൻ പറഞ്ഞുതരാം. ഉത്തരം പറഞ്ഞു കൊടുക്കണ കഴിച്ച് കണ്ടല്ലോ. കട്ട് ചെയ്ത് കളയരുത് കേട്ടോ, കട്ട് ചെയ്ത് കളയരുത്. Next question. National animal of India. ടൈഗർ. What is the national song of India? ജനഗണമന. അല്ല. വന്ദേ മാതരം. ഗൈസ്, ഇനി മുതൽ നമ്മുടെ കളി എങ്ങനെ പോകുന്ന ജയിച്ചവരെ അവിടെ തന്നെ നിൽക്കും, തോറ്റവരെ മാത്രം മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ. National reptile of India. Reptile. റെപ്റ്റൈൽ മീൻസ് പാറ്റ, പുഴു, പഴുതാര. അത് ഞാൻ ഇൻസെക്ട്സോ? Insect അല്ല, അയ്യോ അത് പാറ്റ. ലിസാർഡ്. അല്ല. ഓന്താണോ? അല്ലേ, എനിക്ക് അറിയാൻ പറ്റില്ല. കിങ് കോബ്ര. വന്ദന ആദ്യം പറഞ്ഞു. പാമ്പെന്ന് പറഞ്ഞ ആദ്യം ഞാനല്ലേ? അല്ല, കിങ് കോബ്ര മാത്രം, വേറെ പാമ്പൊന്നും കൂട്ടത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ. Which is the tallest mountain in the world? മൗണ്ട് എവറസ്റ്റ്. MT എവറസ്റ്റ്. ആ MT എവറസ്റ്റ് തന്നെ അതിനും പറയുന്നത്. അത് ഷോർട്ട് ഫോം. അവിടെ ഇരിക്കല്ലേ. അയ്യോ, ഇതെന്തും അറിഞ്ഞിട്ടും പറയാത്തെ. അവിടെ വരച്ച കേട്ടാ, പെട്ട് തേങ്ങാക്കോല. പെട്ട്. Largest organ in human body. ലാർജ് ഇൻഡസ്ട്രി. ബ്രെയിൻ ആണോ? ഞാൻ പറയട്ടെ, സ്കിൻ. Yes. ഞാനറിയാതെ തൊലി എന്ന് മാങ്ങാത്തൊലി. നിങ്ങളും തോറ്റിട്ട് വരുമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. How many colors are there in a rainbow? 7. വായിക്കാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ. What is the tallest animal in the world? ജിറാഫ്. സിമ്പിൾ ചോദ്യമൊക്കെ ആർക്കും അറിയത്തില്ലല്ലേ? അവൻ ആദ്യം കൈപോക്കി പറഞ്ഞു, എനിക്ക് അറിയാം. Who discovered law of motion? ഐസക് ന്യൂട്ടൺ. ഇല്ല എനിക്കറിയാം. അല്ലല്ല, പറഞ്ഞു കൊടുത്തു. അത് കളി ഫൗളാവും. Replacing. ഓക്കെ, സോ ഗൈസ് പറഞ്ഞു കൊടുത്തിട്ട് ഉത്തരം ഇട്ടുമാർക്കട്ടെ. എനിക്ക് കുഴപ്പമില്ല, പറഞ്ഞു തന്നിട്ടാണെന്ന് പറഞ്ഞാൽ മാർക്ക് പോവാ. അതൊന്നും കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ മാർക്ക് പോവാ. അവനോട് പറ. അങ്ങനെ പറഞ്ഞാൽ മാർക്ക് പോവാ. അങ്ങനെ എല്ലാം പറയാം. മാർക്കില്ല, നിന്നെ പുറത്താക്കും. എനിക്ക് അറിയാതെ നീ പറഞ്ഞ. പറയണം. അതിന് മുന്നേ എഡ്വിൻ BCB ഫൗൾ കളിച്ചു ഗൈസ്. ഉത്തരം പറഞ്ഞു ഒരു foul ഇല്ല. ഉത്തരം പറഞ്ഞു കൊടുത്ത്. ഞാൻ അറിയണ്ടേ? ഞാൻ പറഞ്ഞ ഇയാള് മാർക്ക് പോവാ. നിന്റെ മാർക്ക് പോകും. ആ കുഴപ്പമില്ല, എനിക്ക് മാർക്കില്ല. മതി. സ്കിപ്പ് ചെയ്ത്. What is the chemical symbol of gold? അത് ടാസ്ക്. H2O എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? അതല്ല, അതുപോലെ അല്ലേന്ന് ചോദിച്ചാണ്. അതാ ചുണ്ടനക്കി എഴുതി കൊടുക്ക്. എനിക്ക് അറിയത്തില്ല. ഗോളിന് അറിയത്തില്ല. AU. അല്ല, സൾഫ്യൂരിക് ആസിഡിനൊക്കെ ആണെങ്കിൽ പിന്നെയും പറയാം. എന്താണ്? അറിയില്ല. SaO3 അങ്ങനെ എന്തൊക്കെയാണ്? അതൊന്നുമല്ല. ഫ്രാൻസിന്റെ ക്യാപിറ്റൽ ഏതാണ്? പാരീസ്. പങ്കുചക്കട്ടപ്പും. What is the largest animal on land? എലിഫന്റ്. ആഫ്രിക്കൻ എലിഫന്റ്. ആദ്യം എലിഫന്റ് പറഞ്ഞു, പിന്നെ ഞാനാ ശരിക്കും പറയേണ്ടത്. കുഴപ്പമില്ല. ഇല്ല അങ്ങനെ നേരത്തെ ആദ്യം ആനയാന്ന് പറഞ്ഞു. അത് ഏത് സ്പീഷ്യസിലാണോ വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കൻ. അങ്ങനെയാണെങ്കിൽ സ്നേഹിക്കിന്റെ ഇത് രണ്ടെണ്ണം ഇങ്ങനെ പറഞ്ഞു. ചരിത്രത്തിൽ ഏറ്റവും ലോങ്സ്റ്റ് റണ്ണിംഗ് TV ഷോ. അറിയില്ല. അതൊന്നും അറിഞ്ഞൂടാ. സിംസൺ. ഉത്തരം പറ. അതാണ് ഉത്തരം. ലാൻഡ് ഏരിയ വെച്ചിട്ട് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. റഷ്യ. ഗൈസ്, അപ്പൊ എന്തായാലും എന്റെ സ്ഥാനം ഞാൻ എഡ്വിൻ BCBക്ക് കൈമാറിയിരിക്കുന്നു. എഡ്വിൻ BCB തകർക്കും. മാറിയതല്ല, ഈ ചെക്കനെ തോപ്പിക്കണം. ഓക്കെ, ചോദിക്കും. Who invented light bulb? തോമസ് ആൽവ എഡിസൺ ഞാൻ തോമസ് ആൽവ എഡിസൺ ആണ്. ആൽബ എഡിസൺ ഞാൻ പറഞ്ഞു. തോമസ് ആൽവ എഡിസൺ ഫുൾ ആണ് ഞാൻ പുള്ളിയുടെ പേര് എഡിസൺ എന്നാണ്. തോമസ് ആൽവ എഡിസൺ എന്ന് പറഞ്ഞത് അല്ലേ? Founder of Microsoft. അയ്യോ, എനിക്കറിയായിരുന്നു. നല്ല അഭിനയം കേട്ടോ, അറിയണ പോലെ. എന്താ അഭിനയം? അതല്ല, എനിക്കറിയാം. രണ്ടാളുണ്ട്, ഒരാളുടെ പേര്. ദൈവം കാണാൻ ആളാണ് ഒരാള്. ബിൽ ഗേറ്റ്സ്.
ഞാൻ മറ്റേ ചായക്കടയുടെ വീഡിയോ ഒക്കെ അതന്നെ അവിടെ പേര് വായിൽ പെട്ടെന്ന് കിട്ടാത്ത അയ്യോ എന്ത് ശോകമാണ് ഇതൊക്കെ. ചാർലി ജയിച്ചു. Who painted Mona Lisa? അള്ളാ അത് കിട്ടൂല. എനിക്കറിയത്തില്ല, ഞാൻ മറന്നു. Leonardo da Vinci. Smallest planet in our solar system. ഒരു ആഴ്ചയുടെ പേരാണ്. ശനിയാഴ്ച. അടുത്ത ആള് പറ. തോറ്റില്ലേ? രണ്ടാമത് യുറാനസ് ആയിരിക്കും. നെപ്റ്റ്യൂണോ അങ്ങനെ Mercury. മെർക്കുറി. മെർക്കുറി ഉണ്ടാ. എനിക്കറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞ ആഴ്ചയുടെ പേരാണ്. ഇവിടെ ശനിയാഴ്ച ശനിയാഴ്ച അല്ല, ഞായറാഴ്ച. Chemical symbol of water. O2. H2O. ഇത് രണ്ട് ഞാൻ ഇത് പറഞ്ഞില്ല അതിന് മുമ്പ് ഇതെന്തൊരു ഫൗള് കാണിക്കുന്നത്. ഫൗള് കാണിച്ചാൽ ഇനി മായ്ക്കും. ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം പോലെ അലിഞ്ഞു പോയി. അപ്പൊ ഞാൻ ഇനി ഫൗള് കാണിക്കാനും മായ്ച്ചോളി. Okay. Earthന്റെ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്താണ്? പറ. ബീസ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്ത് തേനെന്ന് ഫസ്റ്റ് പറഞ്ഞു. അല്ല ഞാൻ കൈവൊക്കെ ഫസ്റ്റ് പറയുന്ന കൈപൊക്കിയിട്ടുള്ള ഉത്തരം പറയാം. ഇന്നാ വെച്ചോ. ബ്രെഡിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് മൈദ അല്ലേ? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ബോയിലിംഗ് പോയിന്റ് വാട്ടർ മീൻ പോയിന്റ് വെള്ളം തിളക്കണമെങ്കിൽ ഇത്ര ഇത് ടെമ്പറേച്ചർ അത് വേണം. ഓക്കെ, അത് പറയണ്ടേ. മെയിൻ ഇൻഗ്രീഡിയന്റ് ഓഫ് ചോക്ലേറ്റ്. കൊക്കോ ചോക്കോ അത് ചോക്കോ അത് പറയണ്ടല്ലോ. കൊക്കോ പറഞ്ഞു അപ്പൊ രണ്ടെണ്ണം പറഞ്ഞില്ലേ? ആ അല്ല ചോക്കോ കൊക്കോ അപ്പൊ കൊക്കോ നോക്കിട്ടോ ഇല്ല എവിടെ ഇട്ടാലും ലോക്കാവില്ല. പൊട്ടൻ നിറം മാറുന്ന ജീവി. ഉണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ. ഇതെന്ത് ഒന്നും ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഡൽഹി. അറിയാതടാ. ബിജെപിയുടെ ഫുൾ ഫോം. ഭാരത് ജനതാ പാർട്ടി. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് പാർട്ടി. ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാൻ മിനിമം ഏജ് 35. പ്രസിഡന്റ് അല്ല, പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ അല്ലേ? 35. ആണ്, പക്ഷെ മാരകം ഗസിക്കരുത്. ഹയസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ. സുപ്രീം കോടതി. എന്ത് ഇത്ര താമസിക്കാൻ? അതല്ല, അത് സ്ഥലം മറ്റേ ഹയസ്റ്റ് കോർട്ടിന് അതേത് സ്ഥലത്തിലായിരിക്കും വന്നത് പോയത് കണ്ട്. ഇതും കണ്ടാ മതി. ഒരു കളി പോലും ജയിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ജയിച്ചിട്ടില്ല. ഞാൻ ജയിച്ചായിരുന്നു നിന്റെ കൂടെ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രിന് പ്രസിഡന്റ് ആണ്. ശരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററിനെക്കാളും കൂടുതൽ പവർ ഉള്ളത് പ്രസിഡന്റ് കൊടുക്കുന്നത് ശരിക്കും പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ സ്പേസ് ഏജൻസിയുടെ പേര്? ഐസറോ. സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഗോവ. ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു എന്തുവാണെന്ന് പറഞ്ഞ കാര്യമില്ല. പറഞ്ഞോ. ഇന്ത്യയുടെ സൗത്ത് സൈഡിലുള്ള ഓഷ്യന്റെ പേര്? ഇന്ത്യൻ ഓഷ്യൻ. അതെ, അടുത്താണോ? ഞാൻ ഇല്ല തോലി കളിക്കാൻ വേണ്ടി. അല്ല ബ്രോ, എന്തൊക്കെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. പെട്ടെന്ന് പോയി വന്നു. ചാലിന് തോപ്പിക്കാൻ ഞാൻ തന്നെ വരേണ്ടി വരും. ക്രിക്കറ്റിന്റെ ദൈവം എന്ന് പറയുന്ന ആരാണ്? സച്ചിൻ. എക്സിഡ. നാഷണൽ ആന്തം എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അതെനിക്ക് അറിയില്ലായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ഇന്ത്യയിൽ സംസാരിക്കപ്പെടുന്ന മെയിൻ ലാംഗ്വേജ്? ഹിന്ദി. ട്രഡീഷണൽ ഡാൻസ് ഓഫ് കേരള? ഭരതനാട്യം. അല്ല, കഥകളി. ആദ്യം വായിച്ചിട്ട് ബാക്കി. അപ്പൊ കഴിഞ്ഞ കേട്ടാ ക്വസ്റ്റ്യൻ കിട്ടുവേ. ഉത്തരേതാ കഥകളി അല്ലേ? Who was the first Indian woman to win a Nobel Prize? അയ്യോ എനിക്കറിയാം. മദർ തെരേസ.
മൊട്ടയ്ക്ക് പൊട്ടിച്ചേ ചാർലിനെ മൊട്ടയ്ക്ക് പൊട്ടിച്ചേ അയ്യോ 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 അയ്യോ. What is the traditional dress of women in India? ഡാവണയാണോ? അല്ല. ദപ്പട്ടെ ദുപ്പട്ടെ അങ്ങനെ ഉണ്ടല്ലോ ആരോടാ ഞാൻ പറഞ്ഞോണ്ടാ സാരിയാണോ? Largest mammal in the world. ദിനോസർ. മാമലെന്താ അവലൊക്കെ ഇല്ലേ മറ്റേ പാല് കൊടുത്ത് ദിവസം പാല് കുടിക്കൂലേ? പാല് കൊടുക്കുന്നതാണോ? നീ കണ്ടിട്ടുണ്ടാ? ഏല് ക്രിയേറ്റ് ചെയ്യാലോ. തോറ്റെന്ന് പറ, ഞാൻ ഗസ് അടിക്കട്ടെ. എനിക്ക് ഗസ് അടിക്കാത്തൊരു സമ്മാനമല്ല. ആ ഒട്ടകാണോ? ഒട്ടക പാല് കൊടുക്കില്ലേ? ഒട്ടക പാല് മാമല ചോദിച്ച ക്യാമലല്ല. മാമൽ ക്യാമൽ അത് ബന്ധപ്പെട്ട് മാമലിന്റെ പാലാ അതിങ്ങനെ വെള്ളത്തിൽ കലർന്നു പോയില്ല പാല്. ആ മിക്സ് ചെയ്തടിക്കുന്ന കുഴപ്പമില്ല. അടുത്ത What gas do plants absorb from atmosphere? കാർബൺ ഡയോക്സൈഡ്. ഓക്സിജനാ? കാർബൺ ഡയോക്സൈഡ് അല്ലേ? കാർബൺ ഡയോക്സൈഡ്. Which Indian leader is known for his role in Quit India movement? പറയട്ടെ, മഹാത്മാഗാന്ധി. ഒരു വഴി തരും. ഒന്ന് എഴുതോട്ടെ, ഒന്ന് എഴുതിക്കോട്ടെ. ഒരു വഴി എവിടെയൊക്കെ എഴുത്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ ഇയർ 1945. 47. 1947. അയ്യോ പറഞ്ഞ ഓർമ്മ 45. പറഞ്ഞെടുത്ത് പിന്നെ അല്ലേ അപ്പൊ അടുത്ത പ്രാവശ്യം പോയിന്റ് കിട്ടുമ്പോ ഒന്നും വായിക്കും കേട്ടോ. വായിക്കലും ഇല്ല. 1930 സോൾട്ട് മാർച്ചിൽ ലീഡ് ചെയ്ത ആള് മഹാത്മാഗാന്ധി. അത് നേരത്തെ സെയിം ക്വസ്റ്റ്യൻ അല്ലേ? അവിടെ ഇരുന്നോ? അവിടെ ഇരുന്നോ? അവിടെ സെയിം ക്വസ്റ്റ്യൻ അത് ഞാൻ പറയാൻ അതെങ്ങനെയാണെന്നറിയാവാ? ഉപ്പ് സത്യാഗ്രഹം അത് സോൾട്ട് നാക്കിയത് അങ്ങേര്. സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 2024 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് സച്ചിൻ. 2024 വിരാട് കോഹ്ലി അല്ല. രോഹിത് ശർമ്മ. അതെ. സച്ചിന് ഞാനുണ്ട് പെട്ടെന്ന് അറിയാറുന്നതാ. ഇതാണ് കഴിച്ച ഇവിടെ കളിക്കുന്നതിന്റെ പ്രശ്നം. നമ്മൾ ഫുൾ ബ്ലാങ്ക് ഔട്ട് ആയി പോകും. Which sport is associated with the term offside? എന്ത്? ഫുട്ബോൾ. ബ്രോ ചരിത്രം ആവർത്തിക്കണോ? National anthem of India. ജനഗണന. കൈ പൊക്കുന്ന മണ്ടൻ. ബ്രോ 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 വെട്ടിയിട്ടാണെങ്കിലേ ഞാൻ പൂജ ഇടാണ്ട് തോപ്പിച്ചിട്ടുണ്ട്. ചാലി ഫുൾ മാസായിട്ട് ഇങ്ങനെ ജയിച്ചൊക്കെ വരുന്നു. 2 കളി പൊട്ടിയത് നീ പൂജ്യത്തിന് പൊട്ടിയില്ല. ഞാനും പൊട്ടിയിട്ടില്ല. ഞങ്ങൾ പൊരുതി തോന്നിട്ടുണ്ട്. നീ പൊട്ടിയില്ല. പൂജ്യത്തിന് പൊട്ടിയില്ല. പക്ഷെ വേറെ കാര്യം നമ്മുടെ ഇന്നത്തെ ഒരു എക്സോ ചാലഞ്ചിൽ ഏറ്റവും കൂടുതൽ റൗണ്ട് ജയിച്ചത് നമ്മുടെ ചാലഞ്ചാണ്. സ്ട്രൈക്ക് ഉള്ളതും അതൊക്കെ ആ പൂജ്യത്തിലേക്ക് പോയി. പക്ഷെ എന്നാലും കളി ജയിച്ചത് കാഴ്ചയൊക്കെ നമ്മുടെ ചാലനെയാണ്. കാഴ്ചയൊക്കെ ഏറ്റവും കൂടുതൽ റൗണ്ട് ജയിച്ചു നോക്കാൻ ചാലനെയാണ്. ഓക്കെ, അപ്പൊ വിന്നർ പ്രൈസ് ഉണ്ടേ? പൈസ ഉണ്ടേ? വേണ്ട. ശരി, പൈസ വേണ്ടെന്ന് പറഞ്ഞു കൊടുക്കാതെ. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു എക്സോ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ ചാനൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.